ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മാംഗോ വെച്ചിട്ടുള്ള ഒരു 4 സ്മൂത്തി ആൻഡ് ജ്യൂസസ് ആണ്. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മാംഗോ സ്മൂത്തിയാണ്. സ്മൂത്തി എന്ന് പറയുമ്പോൾ നമുക്കത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ യൂസ് ചെയ്യാം. ഇച്ചിരി ഹെവിയാണ്, നല്ല പോലെ വയറ് ഫില്ലാവുന്ന ഒരു ഡിഷാണ്, അതേസമയം വളരെ ന്യൂട്രീഷ്യസുമാണ്. അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പ്രിയൂർമാങ്ങ, പിന്നെ 6 ബദാം, 3 ഡേറ്റ്സ്, പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഹോം മെയ്ഡ് ഹോർലിക്സിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്, പിന്നെ ഒരു ഗ്ലാസ് പാല്, പിന്നെ കെല്ലോഗ്സിന്റെ മൾട്ടിഗ്രെയിൻസ് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചിട്ട്, നട്ട്സ് ആൻഡ് ഗ്രെയിൻസ് അടിക്കേണ്ടതില്ല, ഇത് മൊത്തത്തിൽ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ മിക്സി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം മാമ്പഴം ഇടാം, ബദാം തോല് പൊളിക്കണമെന്നില്ല, ഡേറ്റ്സ് നമുക്ക് കുരു കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. നമുക്ക് ഹോർലിക്സ് 2 ടേബിൾ സ്പൂൺ, പിന്നെ നമുക്ക് ഇതിലോട്ട് പാലൊഴിക്കാം. പാല് തണുത്തത് കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഒഴിക്കാം, അല്ലാത്തവർക്ക് നോർമൽ തിളപ്പിച്ച പാല് ചൂടാറിയത് ഒഴിക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം അടിച്ചിട്ട് വരാം. നമ്മുടെ സ്മൂത്തി തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് പകർത്താം. ഇനി നമുക്കിതിലോട്ട് ഗ്രെയിൻസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മാംഗോ സ്മൂത്തി റെഡിയായി കഴിഞ്ഞു. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നല്ല പോലെ ഫില്ലാവും. സ്മൂത്തി ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിച്ച മിൽക്ക് ഗുഡ് ലൈഫിന്റെ ടോൺ മിൽക്കാണ്. ഇതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീക്ക് യോഗർട്ട് വെച്ചിട്ടുള്ള ഒരു മാംഗോ ലസ്സിയാണ്. ഗ്രീക്ക് യോഗർട്ട് വളരെ റിച്ച് പ്രോട്ടീൻ ഒക്കെ ഉള്ളതാണ്. ഇത് റിലയൻസ് പോലുള്ള സ്റ്റോറുകളിൽ ലഭ്യമാണ്. പിന്നെ വേണ്ടത് മാംഗോ ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് പിസ്ത. ഇത് ഏറ്റവും ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഗ്രീക്ക് യോഗർട്ട് മാംഗോ ലസ്സി. ഒരു ബൗളിലോട്ട് നമുക്ക് ഈ യോഗർട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഇനി മാംഗോ ഇടാം. മാംഗോ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് പിസ്ത വിതറി കൊടുക്കാം. പിസ്ത കട്ട് ചെയ്തിട്ടും ചെയ്യാം, കട്ട് ചെയ്യാണ്ടും ചെയ്യാം കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്, അതേസമയം വളരെ റിച്ച് പ്രോട്ടീനൊക്കെ ഉള്ളതാണ്. അടുത്തത് ഒരു മാംഗോ ഷെയ്ക്ക് ആണ് ഉണ്ടാക്കുന്നത്, ഒരു തിക്ക് മാംഗോ ഷെയ്ക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മാംഗോ പ്രിയൂരുമാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ഗ്ലാസ് ഗുഡ് ലൈഫിൻ്റെ ടോണ്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഹണി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാംഗോ ഷേക്കിൻ്റെ മുകളിൽ ഇടാനായിട്ട് ബദാമും കാഷ്യൂനട്ടും കുറച്ച് മിക്സ് ചെയ്തിട്ട് ആകെ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് മാംഗോ ഷേക്ക് ഉണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം 1 കപ്പ് മാംഗോ അരിഞ്ഞു വെച്ചതിടാം, 1 ഗ്ലാസ് ടോണ്ട് മിൽക്ക്, 1 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം, പിന്നെ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചിട്ട് വരാം. നമ്മുടെ തിക്ക് മാംഗോ ഷേക്ക് അടിച്ചു വന്നിട്ടുണ്ട്. അത് നമുക്കൊരു സർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. ഒരാൾക്ക് സെർവ് ചെയ്യാനുള്ള ജ്യൂസാണിത്. ഇതിന് മുകളിലോട്ട് നമുക്ക് ഇനി ബദാമും കാഷ്യൂനട്ടും ഇടാം. നമ്മുടെ തിക്ക് മാംഗോ ഷേക്ക് തയ്യാറായിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള മാംഗോ ഫ്രൂട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് എടുത്തിട്ടുള്ളത് 1 കപ്പ് മാംഗോ പ്യൂരിയാണ്. അത് നമ്മൾ പഴുത്ത മാങ്ങ ജസ്റ്റ് പൂണ്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചു വെച്ചതാണ്. പിന്നെ വേണ്ടത് 1/2 ലെമൺ ജ്യൂസ്, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കൽക്കണ്ടം, പിന്നെ കോൾഡ് വാട്ടർ. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാം. ആദ്യം മിക്സിയിലിട്ട് നമ്മൾക്ക് മാംഗോ പ്യൂരി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കോൾഡ് വാട്ടർ, ലെമൺ ജ്യൂസ്, ഇനി 1 ടേബിൾ സ്പൂൺ കൽക്കണ്ടം നല്ല പോലെ അടിച്ചിട്ട് കൊണ്ടുവരാം. ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ 4 ഡിഷസും നിങ്ങൾ ശ്രമിച്ചു നോക്കണം. മാംഗോ സുലഭമായിട്ടുള്ള ഈ സമയത്ത് തന്നെ ഇത് ഏറ്റവും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുക. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമാവും. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയാസ് ഹാപ്പി വേൾഡ്. താങ്ക് യു.